ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. കഴിഞ്ഞ പ്രീമിയർ ലീഗ് സീസണിൻ്റെ അവസാനത്തിൽ ടോട്ടൻഹാമും ആസ്റ്റൺ വില്ലയും തമ്മിൽ നടന്ന മത്സരത്തിൽ ആസ്റ്റൺ വില്ല സ്വന്തം മൈതാനത്ത് വെച്ചുകൊണ്ട് എതിരില്ലാത്ത 2 ഗോളുകൾക്ക് ടോട്ടൻഹാമിനെ പരാജയപ്പെടുത്തിയിരുന്നു. ആ മത്സരത്തിന് ശേഷം എമി മാർട്ടിനസ് കണ്ണീരണിഞ്ഞുകൊണ്ടായിരുന്നു കളിക്കളം വിട്ടിരുന്നത്. ആരാധകരോട് അദ്ദേഹം ഗുഡ് ബൈ പറഞ്ഞിരുന്നു. അതിൻ്റെ കാരണം പിന്നീടാണ് എല്ലാവർക്കും മനസ്സിലായത്. അതായത് ആസ്റ്റൺ വില്ല വിടാൻ തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു ഈ ഒരു താരം. അതുകൊണ്ട് തന്നെ തൻ്റെ ആരാധകരോട് ഗുഡ് ബൈ പറയുകയായിരുന്നു എമി ചെയ്തിരുന്നത്. പക്ഷേ എമിയുടെ ആഗ്രഹം നടക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അതായത് ആസ്റ്റൺ വില്ല വിട്ട് പുറത്ത് പോവാനുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങൾ ഇതുവരെ ഫലം കണ്ടിട്ടില്ല. കാര്യമായ ഓഫറുകൾ ഒന്നും അദ്ദേഹത്തിന് വന്നിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. സൗദി അറേബ്യയിൽ നിന്ന് ചില ഓഫറുകൾ വന്നിരുന്നു. പക്ഷേ അത് എമി നിരസിച്ച് കളഞ്ഞു. കാരണം യൂറോപ്പ് വിട്ട് പുറത്ത് പോകാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. പിന്നീട് എമിയിൽ താല്പര്യം പ്രകടിപ്പിച്ച ഏക ക്ലബ്ബ് അത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മാത്രമാണ്. അവർ ഒരു ലോൺ ഓഫർ ആസ്റ്റൺ വില്ലക്ക് നൽകുകയും ചെയ്തു. പക്ഷേ ഈ താരത്തെ ലോൺ അടിസ്ഥാനത്തിൽ കൈവിടാൻ വില്ല ഒരുക്കമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഓഫർ അവർ നിരസിക്കുകയും ചെയ്തു. പിന്നീട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എമിക്ക് വേണ്ടിയുള്ള ശ്രമങ്ങളിൽ നിന്നും പിൻവാങ്ങി. കാരണം ആസ്റ്റൺ വില്ല ആവശ്യപ്പെടുന്ന തുക ഒരൽപ്പം കൂടുതലാണ്. അതുകൊണ്ട് എമിയെ കൊണ്ടുവരേണ്ടതില്ല എന്ന തീരുമാനം ആസ്റ്റൺ വില്ല എടുത്തു കഴിഞ്ഞു. പിന്നീട് മറ്റുള്ള ഓഫറുകൾ ഒന്നും തന്നെ ഈ ഒരു അർജന്റീൻ ഗോൾ കീപ്പർക്ക് വേണ്ടി വന്നിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ എമിക്ക് ഇനി ആസ്റ്റൺ വില്ലയിൽ തന്നെ തുടരേണ്ടി വരും. 2028 വരെ അദ്ദേഹത്തിന് കോൺട്രാക്ട് അവശേഷിക്കുന്നുണ്ട്. നിലവിൽ ആസ്റ്റൺ വില്ലയുടെ പ്രീ സീസൺ സൗഹൃദ മത്സരങ്ങളൊക്കെ എമി കളിച്ചിട്ടുണ്ട്. അദ്ദേഹം തുടരുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അദ്ദേഹത്തിന് മറ്റേതെങ്കിലും നല്ല ക്ലബിലേക്ക് പോകാൻ ആഗ്രഹമുണ്ട്. ആ ആഗ്രഹം ഇപ്പോൾ നടക്കുന്നില്ല. അനുയോജ്യമായ ഓഫറുകൾ വരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആസ്റ്റൺ വില്ലയിൽ തന്നെ തുടരാനാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സാധ്യതകൾ കാണുന്നത് എന്ന കാര്യം മാർക്ക റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അദ്ദേഹം കൂടുമാറിയാൽ അതൊരു സർപ്രൈസ് ആയിരിക്കും എന്നാണ് മാർക്ക പറഞ്ഞിട്ടുള്ളത്. അടുത്ത സീസണിലും ആസ്റ്റൺ വില്ലയിൽ തന്നെയായിരിക്കും എമി ഉണ്ടാവുക എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.